ഈ ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ സംസ്ഥാനത്ത് ഊർജ്ജ സംരക്ഷണത്തിൽ ഏറ്റവും നല്ല മാതൃകകളിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ കെട്ടിടം തന്നെയാണത്. എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടർ KM ദരേശൻ ഉണ്ണിത്താൻ സർ നമുക്കൊപ്പം ചേരുകയാണ്. സർ, ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ഭാഗത്തെത്തുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ കെട്ടിടത്തിന് നിർമ്മാണ മേഖലയിലും അതിനുശേഷമൊക്കെ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്? നമ്മളൊരു കെട്ടിടം കെട്ടുമ്പോൾ അത് ഏറ്റവും എനർജി എഫിഷ്യൻറ്റും ആയിരിക്കണം, ഏറ്റവും മിനിമം എനർജി യൂസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ്, അതായത് സൂര്യപ്രകാശവും കാറ്റും നമ്മുടെ മുറികളിൽ എത്തുന്ന രീതിയിലുള്ള കൺസെപ്റ്റാണ് ഇപ്പം ചെയ്തേക്കുന്നത്. നമ്മൾ ഏകദേശം 900 ബാംബൂ സ്പീഷ്യസ് നമ്മൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന ചെടിയാണ് മുള. അന്നേരം അത് നമുക്കിങ്ങനെ ഒരു ഫെൻസിങ് പോലെ അങ്ങ് വരും. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു കാലാണ് വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ അതിനുള്ള പ്രൊവിഷൻസ് ഇട്ടുണ്ട്. ഈ 2 ടെർമിനൽസും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള പോയിൻറ്റ്സാണ്. കെട്ടിടത്തിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കെട്ടിടം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ പഴയ ഒരു 4 ഘട്ടം എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇത് ചെയ്തേക്കുന്നത്. അന്നേരം ഇവിടുന്ന് വരുന്ന വായു ഇവിടെ വരുമ്പോഴത്തേക്ക് ഏരിയ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിവിടെ തന്നെ ഒരു നാച്ചുറൽ കൂളിംഗ് ഉണ്ടാവും. അന്നേരം ഈ നാച്ചുറൽ കൂളിംഗ് കൊണ്ട് ഉള്ള വായുവിനെ അവിടുന്ന് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങേ അറ്റത്തൊരു 3 ചിമ്മിനിയുണ്ട്. ആ 3 ചിമ്മിനിയിൽ നിന്ന് ഹോട്ട് എയറും കംപ്ലീറ്റ് അങ്ങ് വെളിയിലേക്ക് അങ്ങ് സക്ക് ചെയ്യും. ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഒരൊറ്റ മുറികളിൽ പോലും നമുക്ക് പകൽ സമയത്ത് ലൈറ്റ് വേണ്ട. അതുപോലെ തന്നെ ഈ ഔട്ടർ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ ഡബിൾ വാളാണ്, അതിൻ്റെ അകം എയറാണ്. അങ്ങനെ ആകുമ്പോൾ ഈ പുറത്തുനിന്ന് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ചൂട് അകത്തേക്ക് വരത്തില്ല. അങ്ങ് കാല് വയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ വീൽ ചെയർ ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും ഈ ബിൽഡിങ്ങിൻ്റെ ഇതിൽ പോകാൻ പറ്റും. അവർക്കായിട്ട് പ്രത്യേക ടോയ്ലറ്റ്സ് വരെ വെച്ചിട്ടുണ്ട്. ഈ ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള ടോയ്ലറ്റ്സ്. ഈ ബിൽഡിംഗ് ചെയ്തേക്കെന്ന് വെച്ചാൽ റിക്ടർ സ്കെയിലിൽ 7.5 വരെയുള്ള എർത്ത് തടയാൻ കഴിയും. ഇപ്പം 100% സോളാറാണ്. 30 കിലോവാട്ട് KSEBയുമായിട്ട് ഗ്രിഡ് ടൈഡാണ്. അത് ഈ ഇത്രയും പാനൽസ്, ഈ ഇരിക്കുന്ന പാനൽസ്. അത് കൂടാതെ 20 കിലോവാട്ട് അടുത്ത ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സും UPSും എല്ലാം ഈ ഇതിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ഈ പെയിൻറ്റ് അടിച്ചതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സോളാർ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് വീഴുന്ന കംപ്ലീറ്റ് വെള്ളവും 2 പിറ്റുകളിലാണ് വരുന്നത്, 2 പോണ്ടിലാണ് വരുന്നത്. അന്നേരം ഈ അപ്പുറത്തൊരു പോണ്ടുണ്ട്, ഇപ്പുറത്തൊരു പോണ്ടുണ്ട്. ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ പോണ്ട് വന്നതിന് ശേഷം കിളികളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇനി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇതുപോലെ ഊർജ്ജ സംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ക്യാമറമാൻ ജസ്റ്റിനൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.